ഞങ്ങളുടെ പുതിയ യാത്ര ഇപ്പോൾ കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇസ്താംബൂളിലോട്ടാണ്. ഏതാണ്ട് 2 മാസം മുമ്പ് തീരുമാനിച്ചിരുന്ന ഒരു യാത്രയായതിനാൽ നമുക്ക് ഈ യാത്ര അത്യന്താപേക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ യാത്ര ചെയ്യുന്നു. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുതിയ യാത്രയിലോട്ട് സ്വാഗതം. ഇസ്താംബൂളൊക്കെ കാണാൻ ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ പോകുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അവിടുത്തെ ആൾക്കാരുടെ രീതിയും ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു നമുക്കിഷ്ടപ്പെടില്ല. അപ്പം എന്തായാലും ഇതിപ്പോൾ തുർക്കിഷ് എയർലൈനിലാണ് പോകുന്നത്. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ പോകുന്ന ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ടെർമിനൽ 1 ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. പുതുതായിട്ട് ഇവർ കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊരു ഇതുപോലത്തെ ഒരു പെർഫ്യൂം, ടോമി ഹിൽഫിഗറിൻ്റെ ഒരു പെർഫ്യൂം വാങ്ങിയായിരുന്നു. പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. കുറച്ച് യൂസ് ചെയ്തതിന് ശേഷമാണ് പൊട്ടിപ്പോയത്. എന്നാലും ഒരു പകുതിയോളം ഉണ്ടായിരുന്നു അതിൽ. ഒരെണ്ണം കൂടെ മേടിക്കാമെന്ന് വിചാരിച്ച് വാങ്ങി. ഇതാ കൗണ്ടറിൽ വന്നു പേ ചെയ്യാൻ. 108 നമ്മുടെ ഗേറ്റ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. വളരെ സൈലൻ്റാണ് എയർപോർട്ട്, ആരുമില്ല. രാവിലെ ആയിട്ടാണ്. അങ്ങനെ രാവിലെ 6:15 ഫ്ലൈറ്റിൽ നമ്മൾ ഇസ്താംബൂളിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തത് റിയാദിൽ നിന്ന് കെയ്റോയിൽ നിന്ന് ഏതൻസ്, അങ്ങനെ കറങ്ങി നമ്മൾ നേരെ ഇസ്താംബൂളിലോട്ടാണ് പോകുന്നത്. അത് ഇസ്താംബൂളാണ്. പെട്ടെന്ന് ഫ്ലൈറ്റ് പൊക്കിക്കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നത് റൺവേയിൽ വേറെ ഫ്ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. Talimatları nedeniyle piste pas geçtik. Uçuşumuz normal sürecinde devam etmektedir. İniş için tekrar yaklaşma yapacağız. Anlayışınız için teşekkür ederiz. Dear passengers, this is Captain speaking. We did cancel our approach due to ATC instructions. Our flight continues in normal process. We will attempt another landing. Thank you for your understanding. ലാൻഡിങ് സോണിൽ വന്നതാണ്. അതിനുശേഷം പിന്നെ ഫ്ലൈറ്റ് പൊക്കിക്കൊണ്ടുപോയി. ഇപ്പോൾ 1 hour കാണിക്കുന്നു തിരിച്ച് ലാൻഡ് ചെയ്യാൻ. 1 hour 15 minutes. നമ്മൾ ഓൾറെഡി എയർപോർട്ടിൽ വന്ന് ലാൻഡിങ്ങിലോട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങി കഴിഞ്ഞിട്ട് തിരിച്ച് കയറ്റിയത് ഫ്ലൈറ്റ്.
നേരെ എയർപോർട്ടിനുള്ളിലോട്ടെത്തി. ഇതൊരു പുതിയ ഒരു ടെർമിനലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. വന്ന് ഇറങ്ങിയാണ് അതിൻ്റെ പാസ്പോർട്ട് കൺട്രോളാണ്. നമുക്കിനി അത് കഴിഞ്ഞ് കാണാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനിയും ബാഗേജ് എടുക്കാൻ വേണ്ടി പോവാണ്. എയർപോർട്ടൊക്കെ വളരെ ലേറ്റസ്റ്റായിട്ട് പണിതിരിക്കുന്ന ടെർമിനലാണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് എല്ലാം പുതിയ ലുക്കാണ്. നമ്മളിപ്പം വരുന്നത് ഈ കാണുന്ന ഹോസ്റ്റെക് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിലോട്ടാണ്. ഇവിടെ എല്ലാം ഹോസ്റ്റെക്കിൻ്റെ അഡ്വർടൈസ്മെൻ്റാണ് വെച്ചിരിക്കുന്നത്. ആണ് ഇസ്താംബൂളിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. ഇതിൻ്റെ ഒരു ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ബാഗേജ് ക്ലെയിം കാണിച്ചിരിക്കുന്നത് 23A എന്നാണ്. നമ്മളപ്പോൾ 23Aയിലോട്ട് പോവാണ്. കുറേ ഇന്ത്യൻ പാസഞ്ചേഴ്സിനെ ഇവിടെ കാണാം, ട്രാൻസിറ്റിലൊക്കെ പോകുന്ന ആൾക്കാർ. നമ്മളെ പോലെ തന്നെ നേരത്തെ എല്ലാം 2-3 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോൺ റീഫണ്ടബിൾ ടിക്കറ്റൊക്കെ ആയതുകൊണ്ട് വരുന്ന ആൾക്കാരും കാണും ഇതിനകത്ത്. കാരണം തുർക്കിയിലോട്ട് നമ്മൾ വരണ്ടെന്ന് വിചാരിച്ചിരുന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നില്ലെങ്കിൽ അത് വിഷയമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ട്രാവൽ ചെയ്താൽ. നമ്മുടെ ബാഗേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി എടുക്കാൻ പോവാണ്. ഞാൻ തുർക്കിയിലൊരു 7-8 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തുർക്കി എനിക്ക് അത്ര ഒരു സ്ട്രേഞ്ച് രാജ്യമല്ല. ഇതാ നമ്മളിപ്പോൾ വന്നിട്ട് വെള്ളം ഇവിടെ എവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഡ്യൂട്ടി ഫ്രീ സ്മെറനോഫൊക്കെ ഇരിപ്പുണ്ട്. 16 യൂറോ. ശിവാശ്രീകളിന് 32 യൂറോ. നമ്മുടെ വാട്ടർ ബോട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, കാലി വാട്ടർ ബോട്ടിൽ. അപ്പോൾ അത് ഫില്ല് ചെയ്യുവാണ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ആ ഭാഗത്ത് നിന്ന്. എല്ലാം എടുത്തിട്ട് ഇവിടുന്ന് ഇപ്പം നേരെ ടാക്സിയോ ഊബറോ നോക്കി പോവാണ്. എന്നിട്ട് നേരെ നമ്മുടെ ഹോട്ടലിലോട്ട്. ഏതാണ്ട് 1.5 മണിക്കൂർ ട്രാവലുണ്ട് ഹോട്ടലിലോട്ട്. വെളിയിലാണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴയാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് 16 ഡിഗ്രി ആണ് പറയുന്നത്. അപ്പം അത്യാവശ്യം ചെറിയ തണുപ്പുമുണ്ട്. അവിടെ സെലബി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സർവീസ് സെൻറ്റർ, അതായത് സെലബി. ഇതാണ് ഇവന്മാരുടെ സെലബിയാണ് നമ്മൾ ഇന്ത്യയിൽ എടുത്ത് ദൂരെ എറിഞ്ഞത് എയർപോർട്ടുകളിൽ നിന്ന്. അവന്മാരുടെ സർവീസ് എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞില്ല. ഇപ്പം അവനാണ് വന്നത്. ഹോസ്റ്റെക് കറൻസി ലിറയാണ്. ഒരു സൗദി റിയാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലൊക്കെ 9.9 ലിറയാണ് കിട്ടുക. ശരിക്കും കഴിഞ്ഞാൽ ഒരു 10.5 ലിറ വരെയൊക്കെ കിട്ടാം. ഇവിടെ പ്രൈസ് പോയി അന്വേഷിച്ചാൽ ചിലപ്പം കുറവായിരിക്കും കിട്ടുക. ഇൻഫോർമേഷൻ സെൻറ്ററിലൊന്ന് ചോദിക്കാമെന്ന് വെച്ച് നിൽക്കുക. സിറ്റി ഷട്ടിൽ ബസ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽ. ബസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. നോക്കാം. ഇൻഫോർമേഷൻ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. എയർപോർട്ട് ടാക്സി ഓരോ സ്ഥലങ്ങളിലോട്ടും എത്ര രൂപയാവുമെന്നൊക്കെ കാണിക്കുന്നുണ്ട്. യെല്ലോ ടാക്സി, ഓറഞ്ച് ടാക്സി, അങ്ങനെ പല ടാക്സി, ബ്ലാക്ക് ടാക്സി. അങ്ങനെ ചെറിയ ചെറിയ പ്രൈസ് വേരിയേഷൻ വരും. ഓരോ സ്ഥലങ്ങളിലോട്ടും 1500 ലിറ, 1000 ലിറ, 1700 ലിറ അങ്ങനെ. പിന്നെ മെട്രോയുടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. മെട്രോ ഉണ്ട് ഇവിടെ. പിന്നെ ബസ്സും ഉണ്ട് ഇവിടെ. ബസ്സിനൊരു 300 ലിറ ആ റേഞ്ചിൽ വരും. ഇതിപ്പോൾ എക്സിറ്റാണ്. നമ്മളിവിടെ നേരെ ഇപ്പം നത്തിങ് ടു ഡിക്ലെയർ എന്ന് കാണിച്ചിരിക്കുന്നത്. അതുവഴി നമ്മൾ ഇറങ്ങി പോവുക. വെളിയിൽ നിന്ന് നമുക്ക് ടാക്സി അതെല്ലാം കിട്ടും. അതുവഴി തന്നെ ചിലപ്പോൾ മെട്രോയ്ക്കുള്ള ആക്സസും കാണും. വയസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബസ് സർവീസ് ഉണ്ട്. ഇതിൽ നമുക്ക് സിറ്റിയിൽ എവിടെയും പോവാം. ഇതിൽ നമ്മളിപ്പോൾ ഒരു കാർഡ് എടുത്തു 2 പേർക്കുള്ള. എന്നിട്ട് അതിൽ ഫില്ല് ചെയ്തു. അപ്പം നമ്മൾ ഹോട്ടലിലോട്ട് ഈ ബസ്സിലോട്ടാണ് പോകുന്നത്. നമ്പർ 8 ബസ്സാണ് നമ്മൾ കയറേണ്ടത്. ലഗേജൊക്കെ എടുത്ത് എക്സിറ്റ് അടിച്ച് വെളിയിൽ വന്നു. ഇതാണ് ഔട്ട്സൈഡ് പാർട്ട്. വെളിയിൽ ഭയങ്കര മഴയാണ്. അപ്പോൾ അത് കാരണം നമ്മളിപ്പം ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ് നടക്കാനുണ്ട് ഹോട്ടലിലോട്ട്, ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന്. അപ്പം മഴയായതുകൊണ്ട് ചടങ്ങാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്
ടാക്സി നോക്കുക. ബസ് പിന്നെ നമുക്ക് മെട്രോയ്ക്കൊക്കെ യൂസ് ചെയ്യാം. ടാക്സി കിട്ടുമെന്നൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഇച്ചിരി റൂഡാണ്, അത്ര വലിയ ഫ്രണ്ട്ലി ഇടപെടലല്ല എയർപോർട്ടിനകത്താണേലും ഈ പബ്ലിക്കിലും. അതുപോലെ ഇഷ്ടംപോലെ ടാക്സി, അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ്, ട്രാൻസ്ഫർ, റെൻ്റ് കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഷോപ്പുകൾ ഇവിടെ ചുറ്റിനുമുണ്ട്. പക്ഷെ ഇവന്മാരെല്ലാം ഭയങ്കര തീവെട്ട് വിലയാണ് പറയുക. €100, €80, €200. നമ്മളങ്ങനെ പിന്നെ കറങ്ങി തിരിഞ്ഞ് ബസ്സിൻ്റെ അവിടെ വന്നു. കാര്യം നമ്മൾ ഓൾറെഡി ബസ്സിൻ്റെ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബസ്സിൻ്റെ അവിടെ വന്ന് നോക്കാൻ ഇവിടെ എങ്ങനെ സംഭവം. ഇവിടാണ് ബസ് കിട്ടുക. നമ്മളങ്ങനെ ബസ്സിൽ കയറി ലഗേജ് താഴെ കൊടുത്തു. അതിനുശേഷം ഇനി 1 മണിക്കൂറോളം ബസ്സിലാണ്. വന്ന ആ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന ബസ് വന്ന് ഇറക്കിയതാ ഇവിടാണ്. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഈ ഒരു ബ്രിഡ്ജ് ഓവർ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിന് അങ്ങോട്ട് നടക്കുവാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ പേര് തുയപ് പലാസ് എന്നാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് ആ ഹോട്ടലിൻ്റെ പേരും, തുയപ് പലാസ്. ഒരു ഹിൽ സ്റ്റേഷൻ പോലെ തോന്നുന്നു ഇവിടെയൊക്കെ. മെട്രോ ഉണ്ട് ഇവിടെ, മെട്രോ ബസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മെട്രോ ബസ്സുണ്ട് ഇവിടെ, മെട്രോയിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ ബസ് സ്റ്റേഷനായത്. നമ്മളങ്ങനെ റൂമിലെത്തി. കുഴപ്പമില്ല റൂം. ഇതിൻ്റെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണിത്. ഇതിൻ്റെ കോറിഡോറാണിത്. ഇതിൻ്റെ 3ാമത്തെ റൈറ്റ് സൈഡിലുള്ള റൂമാണ് നമ്മുടെ കോറിഡോറാണ്. തുയാപ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ഇവിടെ തുയാപ്പ്. ഇവിടെ ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ട്. ഇവിടെ പെട്രോളിന് വില നിയർ അബൌട്ട് $4. അറൗണ്ട് നമ്മുടെ നാട്ടിലൊരു 90-95 രൂപ പെട്രോളിന്. നമ്മൾ നാളെയാണ് പരിപാടി ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സിബിഷനും മീറ്റിങ്ങും ഒക്കെ. അപ്പോൾ ഇന്നിപ്പം വന്നിട്ട് ഹോട്ടലിൽ നമ്മൾ വന്ന് ചെക്ക് ഇൻ ചെയ്തു, തുയാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിന് ശേഷം ഇപ്പം ജസ്റ്റ് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഞാനിവിടെ പലതവണ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഏരിയ വന്നിട്ടില്ല. അങ്കാറയ്ക്ക് പോകുന്ന ഹൈവേ ആണ് ആ കാണുന്നത്. റൂട്ടിൽ നിന്ന് നേരെ ആ ബസ് കിടക്കുന്ന സ്ഥലത്താണ് വന്ന് നമ്മളെ ഡ്രോപ്പ് ചെയ്തത്. അതിനുശേഷം നമ്മളിത് ഈ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് നടന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഈ ഓവർ ബ്രിഡ്ജും ക്രോസ് ചെയ്ത് ആ താഴെ വന്നിട്ട് അവിടെ ആ യെല്ലോ ടാക്സി കിടക്കുന്ന അവിടെ വന്നു. അപ്പോഴത്തേക്കും മഴ ചാറിയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ആ ടാക്സി പിടിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് പോയി. ഇപ്പം നമ്മൾ നടന്നാണ് വന്നത്. നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതൊക്കെ വലിച്ചുകൊണ്ട് പോകണ്ടേ. നമ്മളുടെ ഇപ്പം പാകിസ്ഥാൻ പോലെ തന്നെ ശത്രുരാജ്യമായി മാറി ഇവന്മാരും. അങ്ങനെ ഹോട്ടലിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു വന്നിട്ട് ഇവിടെ ഒരു കോഫി ഷോപ്പ്. അത് ശരിക്കും ഇതൊരു പേസ്ട്രി ഷോപ്പാണ്. ഇത് മിഡിൽ ഈസ്റ്റ് എല്ലാം ഉണ്ട്. ഈ സിമിത് സറായി എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഉള്ളതാണ്. അപ്പം അവിടെ ജസ്റ്റ് നമ്മൾ കണ്ടുവന്ന് കയറി. ഇവന്മാരുടെ തന്നെ ഈ സാധനം, ഈ തുർക്കിക്കാരുടെയാണ് ഈ ബ്രാൻഡ്. ഒരു മിഡിൽ ഈസ്റ്റ് എല്ലായിടത്തും ഇതേ ബ്രാൻഡിൽ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നൊരു കോഫി മേടിച്ച് ഇവിടെ ഇരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. ഒരു സൂപ്പർ മാർക്കറ്റ് തപ്പി വന്ന. നല്ല തണുപ്പുണ്ട് ഈവനിങ്ങിൽ. ഞാൻ ഒരു ഷോപ്പിംഗ് മോൾ തപ്പി ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പോൾ അവന്യൂ എന്ന് പറഞ്ഞിട്ടൊരു മോൾ അവിടെ കാണാം. എന്നാലും അവന്യൂ മോളൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇറങ്ങിയതാണ്.
നല്ല അത്യാവശ്യം നല്ല തണുപ്പായി. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് 9 ഡിഗ്രിയാണ്. നമ്മൾ വലിയ തണുപ്പില്ല എന്ന് ഉദ്ദേശിച്ച് ആണ് വന്നത്. അതുകൊണ്ട് ജാക്കറ്റൊന്നും എടുക്കാതാണ് ഇപ്പം ഇപ്രാവശ്യം യാത്ര ചെയ്തത്. കാര്യം ഇപ്പം വലിയ തണുപ്പില്ല യൂറോപ്പിൽ എന്നുള്ളത് കൊണ്ട്, കാര്യമായിട്ട് തണുപ്പില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ വന്നതാണ്. എന്തായാലും അപാര തണുപ്പാണ്. ഇങ്ങനെ ഓൾ അറൗണ്ട് എല്ലാ റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ 1, 2, 3, 4, 5, 6 റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഇവർ ഈ പണിതിട്ടിരിക്കുന്ന ഐഡിയ അടിപൊളിയാണ്. കാര്യം ആൾക്കാർക്ക് നടന്ന് ഈസിയായിട്ട് ഇപ്പറേ ക്രോസ് ചെയ്ത് പോകാം. ഇടയ്ക്കൊന്നും ഒരു പെഡസ്ട്രൈൻ്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല. നല്ല ഒരു കാൽക്കുലേഷനിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ പഴയ ഒരു ബ്രിഡ്ജാന്ന് കണ്ടാലേ അറിയാം. കാര്യം പുതിയ ബ്രിഡ്ജൊന്നുമല്ല. ഇത് തുയാപ്പ് എന്ന് പറഞ്ഞ പ്ലേസിലെ ബസ് സ്റ്റേഷനാണ്. അല്ലാതെ ചില തുർക്കിഷ് ബ്രാൻഡുകളൊക്കെ ഇവിടെ കാണാം. കൂടുതലും മൈഗ്രോസ് നമുക്ക് സ്വിറ്റ്സർലൻഡിൽ പോയി കഴിഞ്ഞാൽ മൈഗ്രോസ് എല്ലായിടത്തും. പിന്നെ യൂറോപ്പിൽ പല ഭാഗത്തും ഉണ്ട്. ഇവിടെയുണ്ട് ഈ ഒരു ചെയിൻ. വന്നത് ഈ കോൾഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേളിൽ ആ സ്നേക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് വന്നത് താഴോട്ട്. ഇതാണ് മൈഗ്രോസ്. ഇവിടെ ഒരു അവന്യൂ എന്ന് പറഞ്ഞൊരു മോളിൽ വന്നാണ്. ഇവിടെ മൈഗ്രോസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നാൽ ഇതിവിടുത്തെ ഒരു മോളാണ്, ഫസ്റ്റ് അവന്യൂ എന്ന് പറഞ്ഞിട്ട്. എല്ലായിടത്തെയൊക്കെ പോലെ തന്നെ കാണാൻ ഏതാണ്ട് ടിപ്പിക്കൽ ലുക്കുള്ള ഒരു മോൾ. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടൊന്നുമില്ല, പക്ഷേ അടിപൊളി മോള്. ഓരോ ബ്രാൻഡുകൾ നമ്മൾ കണ്ടിട്ടുള്ള കോളിൻസ്, അതുപോലെ അവിടെ ഇതുണ്ടല്ലോ സ്പോർട്സിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഷോറൂംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു മോള്. മൂവി ഉണ്ട് ഇവിടെ. മൂവി എന്താ പറയുക, അതിന് നമ്മുടെ തിയേറ്ററൊക്കെ ഉള്ള ഒരു മോളാണ്. ഇതെല്ലാം മോളിനകത്തുള്ള ഫുഡ് കോർട്ടുകളാണ്. മുകളിലോട്ട് കയറുമ്പോൾ തന്നെ ഫുഡ് കോർട്ടാണ്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു മൈഗ്രോസിൽ പോയി കുറച്ച് വെള്ളവും പേസ്റ്റും ഒക്കെ മേടിച്ചു. നമ്മളിപ്പം തിരിച്ചിറങ്ങി പോവാണ് വന്ന പോലെ തന്നെ. പിന്നെ ഫസ്റ്റ് അവന്യൂ മോളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇരുട്ടി. ഇപ്പം സമയം ഇവിടെ 8 മണി കഴിഞ്ഞ്. ഇപ്പോഴാണ് ഇവിടെ ഇരുട്ടുന്നത്. ഇതുവരെ പകലായിരുന്നു. ജസ്റ്റ് ഇപ്പോഴാണ് ഇരുട്ട് വീഴുന്നത്. ഇനിയിപ്പോൾ ഞാനൊരു 3 കിലോമീറ്ററോളം നടക്കണം ഹോട്ടലിലോട്ട്. ഞാനിപ്പോൾ അങ്ങനെ ഹോട്ടലിലോട്ട് നടക്കുവാണ്. ആ കാണുന്ന വലിയ ഒരു ടവർ കണ്ട, ആ ടവറിൻ്റെ ആ സൈഡിൽ കൂടെ ഒരു 800 മീറ്റർ നടന്നാൽ നമ്മുടെ ഹോട്ടലെത്തും. അത്രയും ദൂരം നടക്കണം. തണുപ്പാണ്, കിടിലൻ തണുപ്പ്. ഇവിടെ ഒരു മെട്രോ ബസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണാം. ഇതെനിക്ക് തോന്നുന്ന മെട്രോ ബസ് സ്റ്റേഷനാണ്. മൂന്ന് കമ്പാർട്ട്മെൻ്റ് ഉള്ള വലിയ ബസ്, മെട്രോ ബസ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് അവിടെ പോയി ഒന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവിടുന്ന് കയറാം. അപ്പോൾ നമുക്ക് തുയാപ്പിലെ മറ്റ് വിശേഷങ്ങളും ഇസ്താംബൂളിലെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ.